നീ മറ്റെന്ത് വേണമെങ്കിലും പറയൂ, ഇത് മാത്രം എന്നോട് പറയരുത്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചതാണോ ആ സ്ത്രീ ചെയ്ത തെറ്റ്? മാലിനിക്കത് മനസ്സിലാവില്ല. ഒരു വഞ്ചനയുടെ കഥയാണത്. അവർ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. അവരൊരു സാധു സ്ത്രീയാണ്. അതനുഭവിച്ചവൻ ഞാനാണ്. നിങ്ങൾ എന്തനുഭവിച്ചു? അനുഭവിച്ചത് മുഴുവനും ആ സ്ത്രീയാണ്. അവർ നിങ്ങളെ സ്നേഹിച്ചു. അവർക്കൊരു കുട്ടി ജനിച്ചു. വെറും സംശയത്തിന്റെ പേരിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു. ഇതല്ലേ സംഭവിച്ചത്? അല്ല മാലിനി, അല്ല. ഈ കുട്ടി ജനിക്കുന്നതിന് മുൻപാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചത്. ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിങ്ങൾ അവരെ രജിസ്റ്റർ വിവാഹം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മകളാണെന്ന് ഞാൻ പറയുന്നത്. നീ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ എന്റെ മകളാണോന്നുണ്ടോ? അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ നിങ്ങളുടെ മകൾ ആകാതിരിക്കുന്നുമില്ല. വഞ്ചനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ വഞ്ചകൻ. സതി രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് അതൊളിച്ചു വെച്ച് നിങ്ങൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചില്ലേ? ആ സ്ത്രീ ഇപ്പൊ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ കുടുംബജീവിതം നയിക്കാനല്ല. നിങ്ങൾക്ക് അവിടം വരെ പോയി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടുകൂടെ? മാലിനി, നീ കരുതുന്നത് പോലെ നല്ലവളല്ലവൾ. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിന്റെ ചേട്ടൻ രവിയെ വിളിച്ച് ചോദിച്ചു നോക്കൂ. അവിടുത്തെ വേലക്കാരന് പോലും അറിയാം സതി എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്. ഓഹോ, രവിയേട്ടനായിരുന്നു ഇതിന്റെ പിന്നിലില്ലേ? രവിയേട്ടന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ലോകത്തുള്ള എല്ലാ സ്ത്രീകളുമായി സ്വന്തം കിടക്ക പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രവിയേട്ടൻ. സതി രവിയേട്ടന് വഴങ്ങിക്കാണില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രവിയേട്ടന് വേഗം കഴിഞ്ഞു. സതിയുടെ എല്ലാ ബന്ധങ്ങളും തെറ്റായിട്ട് നിങ്ങൾ കണ്ടു. സത്യം എന്താണെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഹലോ, ട്രെയിൻ ബുക്കിംഗ്. ഹലോ, നീലാംബരനാണോ? അതെ, നീലാംബരൻ തന്നെ. ഞാൻ മാലിന്യാണ്. നീ ഉടനെ പുറപ്പെട്ടു വിടാൻ. ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരാൻ പറ്റുന്നേ. ഓ, നീ ഏതാ കുട്ടി? വിജയ്, ഇവിടെ വരൂ. നീലാംബര, രവിയേട്ടൻ അവിടെ താമസിക്കാൻ തുടങ്ങിയ കാലം മുതലേ നീ അവിടുത്തെ വേലക്കാരനാണ്. സതിയെയും രവിയേട്ടനെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിനക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. സത്യമേ പറയാവൂ. അവിടെ എന്തൊക്കെയാണ് നടന്നത്? പറയൂ. അയ്യോ കൊച്ചമ്മ, അവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. കള്ളം പറയരുത്. രവിയേട്ടൻ സതിയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? രവി സാറ് സതി ടീച്ചറുമായി പ്രേമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. അതിനു മുമ്പ് വിജയൻ സാറ് പ്രേമിച്ചു പോയി. അതില് സതി ടീച്ചറോട് രവി സാറിന് ദേഷ്യമുണ്ടായി. എന്നിട്ട് പറയൂ. അവരെ കാണുമ്പോ രവി സാറിന് ഭയങ്കര അസൂയ. മരിച്ചുപോയ വല്യங்குന്നിന് രവി സാർ ഒരു കത്തെഴുതി. അത് പോസ്റ്റ് വെട്ടി കൊണ്ടിട്ടത് ഞാനാണ്. രവിയേട്ടൻ വിജയേട്ടനും സതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? കുറെ നാളത്തേക്ക് രവി സാറിന് ഇത് തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. വിജയൻ സാറിനെയും സതി ടീച്ചറെയും തെറ്റിക്കാനുള്ള പ്ലാനായിരുന്നു രവി സാറിന്. കുറെ ദിവസം പിറകെ നടന്ന് അടുക്കാഞ്ഞപ്പോ ഒരു ദിവസം രവി സാർ വഴിക്ക് വെച്ച് സതി ടീച്ചർ കയ്യെ കയറി പിടിച്ചു. അവര് കൈ വലിച്ച് ഒരടി കൊടുത്തു. അത് ഞാൻ കണ്ടതാണ്. ഇനിയും നിനക്ക് എന്തൊക്കെയോ അറിയാം. പറയൂ. വിജയൻ സാറും സതി ടീച്ചറും തെറ്റിപ്പിരിയാൻ കാരണം പ്രസാദ് സാറാണ്. എന്റെ പൊന്നു കൊച്ചമ്മ, സത്യത്തിൽ അവർ ആങ്ങളും പെങ്ങളും. വിജയൻ സാറും സതി ടീച്ചറും തമ്മിലുള്ള ബന്ധം പിടിക്കാൻ ഞാനും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചമ്മ. രവി സാറ് പറഞ്ഞിട്ടാണ് ചെയ്തത്. പ്രസാദ് സാറും സതി ടീച്ചറും തൊട്ടതും പിടിച്ചതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിജയൻ സാറിനോട് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ അവര് ഫോട്ടോ എടുക്കാൻ നിന്നതാണ്.